ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നമ്മുടെ സോളിനെ കുറിച്ചാണ്. നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാകണമെന്നാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ ഫിസിക്കൽ ബോഡിയുടെ ആഗ്രഹങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമുക്കറിയില്ല നമ്മളുടെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. പിന്നെ കളക്റ്റീവാണ്, ടൈംലെസ് ആണ്. പിന്നെ ടാരോ കണ്ട് ഓരോ തീരുമാനവും എടുക്കരുത്. നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ആലോചിച്ചിട്ട് വേണം എടുക്കാൻ. ടാരോ ഒരു ഗൈഡൻസ് മാത്രമാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കുക. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാകണമെന്നാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് നോക്കാം. ലിവ് പ്ലേഫുള്ളി ആൻഡ് വിത്ത് എ ലൈറ്റ് ഹാർട്ട് എന്നാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ലിസൺ ടു ദ വോയിസ് ഓഫ് യുവർ ഇന്നർ ചൈൽഡ് വന്നിട്ടുണ്ട്. റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് വന്നിട്ടുണ്ട്. യു ആർ യുണീക്ക് എന്ന് വന്നിട്ടുണ്ട്. ദ ലവ് ഓഫ് യുവർ ഡ്രാഗൺ റീച്ചസ് ഔട്ട് ടു യു എന്ന് വന്നിട്ടുണ്ട്. പിന്നെ ദ ലോട്ടസ് വിത്തിൻ യു അവേക്സ്. ഒരു കാർഡ് കൂടി എടുക്കാം. ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചേഞ്ച് ആകാനുള്ള സമയമായി എന്നാണ്. ഇതാണ് നിങ്ങൾ ചേഞ്ച് ആകേണ്ട സമയം എന്നാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ റിലീസ് യുവർ ഇന്നർ റിബൽ വന്നിട്ടുണ്ട്. ബി യുവർ സെൽഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ യൂണിവേഴ്സ് ആണ് എന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ വന്നിട്ടുള്ള കാർഡ് ലീവ് പ്ലേഫുള്ളി ആൻഡ് വിത്ത് എ ലൈറ്റ് ഹാർട്ട് ആണ്. ലിസൺ ടു ദ വോയിസ് ഓഫ് യുവർ ഇന്നർ ചൈൽഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷ കേൾക്കാനാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുമ്പം ശാന്തതയും സമാധാനവുമാണ്. അപ്പോൾ നിശബ്ദതയാണ്. അപ്പോൾ നിങ്ങൾ നിശബ്ദമായിരുന്ന് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കാനാണ് പറയുന്നത്. നമുക്ക് ഒട്ടും തന്നെ സമയമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും തന്നെ. ഹറി ബറിയാണ് എല്ലാ കാര്യത്തിലും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നേരം നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊന്ന് ശരിക്കും ഒരു 5-10 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് കാമാക്കിയിട്ട് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കാൻ, നിശബ്ദമായിരുന്ന് ചോദിക്കാനാണ്. അപ്പോൾ നിശബ്ദതയാണ് ഹൃദയത്തിൻ്റെ ഭാഷ. അപ്പോൾ നിശബ്ദമായിരുന്ന് ചോദിക്കുമ്പോൾ ഹൃദയത്തിന് എന്താണ് വേണ്ടത് അത് നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഹീല് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഹൃദയത്തിനുണ്ടായ കുറേ മുറിവുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ നിശബ്ദമായിരുന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഉത്തരം ഹൃദയം പറഞ്ഞു തരും. അതാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മാവ് പറയുന്നതാണ് നിങ്ങൾ ഹൃദയത്തോട് ചോദിക്കാൻ. റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ്, മേക്ക് യൂസ് ഓഫ് ദം ഇൻ യുവർ ലൈഫ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി, നിങ്ങൾക്ക് എന്തൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ നല്ല പാട്ട് പാടുന്നവരായിരിക്കാം, ഡാൻസ് ചെയ്യുന്നവരായിരിക്കാം, ചിത്രം വരയ്ക്കുന്നവരായിരിക്കാം, അഭിനയിക്കുന്നവരായിരിക്കാം.
അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ശരിക്കും ബിസി ഷെഡ്യൂളിൽ ഇതൊന്നും നിങ്ങളെപ്പറ്റി ശ്രദ്ധിക്കാനോ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും ഇപ്പം നിങ്ങൾക്ക് സമയമില്ല എന്നുള്ളതാണ്. അപ്പം പലരും സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ വളരെ ഡാൻസ് ചെയ്യുന്നവരും പാട്ട് പാടുന്നവരും ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളങ്ങനെ പാസ്റ്റിൽ അങ്ങനെ ആയിരുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദൈവം തന്നിട്ടുള്ള ആ ഒരു ക്രിയേറ്റീവ് എനർജി എന്താണെന്ന് നിങ്ങൾ മറന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിവാണ് ദൈവം തന്നിരുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ അത് ഒന്നുകൂടി ആ ഒരു എനർജി ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടോ ആ ഒരു കാര്യം വീണ്ടും ഒന്നുകൂടി നിങ്ങൾ തുടങ്ങാനാണ് പറയുന്നത്. അത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ചിലപ്പോൾ ആ നിലയിലായിരിക്കും, ആ കാര്യത്തിലായിരിക്കും വലിയ നിലയിലെത്തുന്നത്. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ സോളിന് ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അച്ഛനും അമ്മയും നിർബന്ധിച്ച് ഡോക്ടേഴ്സ് ആക്കിയ മക്കൾ, അവർക്ക് രക്തം കാണുമ്പോൾ പേടിയായിരിക്കും. അത് അച്ഛൻ്റെ അമ്മയുടെ മാത്രം ഇഷ്ടമാണ്. അപ്പം നമ്മുടെ സോളിന് ആ രക്തം കാണുന്നത് ഇഷ്ടമല്ലെങ്കിൽ അവർ ഡോക്ടർ എന്ന നിലയിൽ വളരെ പരാജയമായിരിക്കും. അത് മാത്രമല്ല, അവരൊരിക്കലും ആ ഒരു ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റില്ല അവർക്ക്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ടുള്ള സമയത്ത്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുമ്പോൾ നിങ്ങൾ എന്താണോ പണ്ട് ചെയ്തിരുന്നത് അതൊന്ന് ചെയ്യുക. ഇപ്പം എല്ലാവർക്കും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും കഴിയില്ലെങ്കിലും ചിലർക്ക് അഭിനയത്തിന് ഭയങ്കര താല്പര്യമായിരിക്കും, ചിലർ അതുപോലെ ചിത്രം വരയ്ക്കുമായിരിക്കും. അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യം എന്താണോ നിങ്ങൾ ചെയ്തിരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ കഴിവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം വീണ്ടും നിങ്ങൾ ഒന്നുകൂടി ചെയ്തു നോക്കാനാണ് ഫ്രീ ആകുന്ന സമയം നിങ്ങൾ ചെയ്തു പോകണം. അപ്പോൾ നിങ്ങളത് ഉപയോഗിക്കാൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു കാര്യം ഉപയോഗിക്കാനാണ് പറയുന്നത്. പിന്നെ യു ആർ യുണീക്ക് എന്ന് പറയുന്നത് ബി ബ്രേവ്, എ ലിറ്റിൽ ക്രേസി, ബട്ട് ബി യുവർ സെൽഫ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ കമ്പയർ ചെയ്യരുത് എന്നാണ്. അപ്പോൾ ചിലപ്പോൾ പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പെണ്ണുങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ബെസ്റ്റ്. പക്ഷെ നിങ്ങളെക്കാളും കുറച്ച് ഈ സമയത്ത് നിങ്ങളെക്കാളും മുകളിൽ ജീവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരോ നിങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, ഞാൻ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അവരിങ്ങനെയാണല്ലോ എന്ന്. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യരുത്. ഈ കമ്പാരിസൺ നിങ്ങളുടെ ആത്മാവ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളായിരിക്കണം എന്നാണ്. ചിലപ്പോൾ കുറച്ച് ഒട്ടൊക്കെ ഉണ്ടായിരിക്കും, കുറച്ച് എടുത്തുചാടുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്, നിങ്ങളുടെ സോളിന് അതാണ് ഇഷ്ടം. അപ്പോൾ അത് അങ്ങനെ കുറച്ച് ക്രേസി ആയിരിക്കുന്നതാണ് നിങ്ങളുടെ സോളിന് ഇഷ്ടം എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് മാറ്റാൻ ശ്രമിക്കരുത്, നമ്മളുടെ ഒരു സ്വത്വത്തെ മാറ്റരുത് എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരാളിനെ അനുകരിക്കുമ്പോൾ വേറൊരാളിനെ അനുകരിച്ച് നമ്മളല്ലാതായി മാറിപ്പോകരുത്. അപ്പോൾ ചിലപ്പോൾ ഈ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടിയിരിക്കുന്ന ആൾക്കാരെ അറിയാലോ, രണ്ടും കാണുമല്ലോ. അപ്പം നമ്മൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ആരെയും അനുകരിക്കരുത്, നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക. അത് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമാക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളായിരിക്കുന്നതാണ് നിങ്ങളുടെ ആത്മാവിന് ഇഷ്ടം. നിങ്ങളെ സൃഷ്ടിച്ച ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ വേറൊരു കൂട്ടിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വേറൊരു ഷെല്ലിലോട്ട് മാറുന്നത് നിങ്ങളുടെ ആത്മാവിന് ഇഷ്ടമല്ല എന്നുള്ളതാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയുന്നത്. ദ ലവ് ഓഫ് യുവർ ഡ്രാഗൺ റീച്ചസ് ഔട്ട് ഓഫ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ലവ് ഓഫ് യുവർ ട്രൂത്ത് ഈസ് ഓപ്പണിങ് അപ്പ്. അപ്പോൾ ഈ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡ്രാഗണുമായിട്ട് നിങ്ങൾ സംസാരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കാൻ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് വന്യമായ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും, അതിനെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വഴികാട്ടി തരും എന്നുള്ളതാണ്, നിങ്ങളുടെ സത്യത്തെ പറഞ്ഞു തരും എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ സത്യം എന്ന് പറഞ്ഞു തരും എന്നാണ്. ഇത് ഡ്രാഗൺ എന്ന് പറയുന്നത്, ഈ വ്യാളി എന്ന് പറയുന്നത് ഇതൊരു സ്പിരിറ്റ് ആനിമലാണ്.
അപ്പോൾ ശരിക്കും അത് വൈൽഡായിട്ട് നമുക്ക് തോന്നും. അത് കാണുമ്പോൾ ഈ ഡ്രാഗൺ എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രൂപമൊക്കെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഭയമാണ്. പക്ഷെ അത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു തരും എന്നാണ്. അതിനെ ഒന്ന് അടുപ്പിക്കാൻ, നമ്മുടെ ഹൃദയത്തോട് അടുപ്പിക്കാൻ, നമ്മൾ അതിനോട് സംസാരിക്കണം എന്നാണ്. ഇത് ലോട്ടസ് വിത്തിൻ യു അവേക്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഓരോ ലോട്ടസ് അതിനെ ഒന്ന് വിടരാൻ അനുവദിക്കാൻ പറയുന്നുണ്ട്. കാരണം ലോട്ടസ്, ഈ താമര എന്ന് പറയുന്നത് അത്രയും ഭംഗിയുള്ള പൂവാണ്. നമുക്ക് മറ്റൊരു പൂവിനെ പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു പൂവാണ് താമര. അപ്പം അത്രയും ദൈവികമായൊരു ഫ്ലവറാണ്. അറിയാലോ, സരസ്വതി ദേവി ഇരിക്കുന്നത് താമരയിലാണ് എന്നുള്ളതാണ്. അപ്പം അത്രയും ദൈവികമായ ഒരു പൂവാണ്. നിങ്ങൾ ഓരോരുത്തരും ലോട്ടസ് ആണെന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ആ ലോട്ടസ് വളരുന്നത് എവിടെയാണ്? ചെളിയിലാണ്. അപ്പോൾ അത്രയും ഡർട്ടി ആയിട്ടുള്ളൊരു സ്ഥലത്ത് വളരുന്ന ആ ഒരു ഫ്ലവർ അത് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ആ തണ്ട് മാത്രമായി ആ വെള്ളത്തിനകത്തുള്ളൂ എന്നുള്ളതാണ്, ആ ഡർട്ടിനകത്തുള്ളൂ. അപ്പം അത് മുകളിലേക്ക് വരുന്നത് അതൊരു ലോട്ടസ്, അത് അത്ര വളരെ മനോഹരമായ ഒരു ഫ്ലവറായിട്ടാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം. ചില ആൾക്കാർ ഭയങ്കര കോംപ്ലക്സ് അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ചിലപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശരിയില്ലാത്ത കുറേ ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും കാര്യത്തിൽ മിസ്റ്റേക്ക് വന്നതിലുള്ളൊരു പേടിയും സ്വയം നമ്മളെ ചെറുതാക്കി കാണുന്ന ചില ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ മനസ്സിലാക്കുക, അതൊക്കെ കടന്നു പോയി. പാസ്റ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നെങ്കിലും അതൊന്നും നിങ്ങൾ വലിയൊരു കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ ആകാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ലോട്ടസിനെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതാണ് നിങ്ങളുടെ സോളിന് ഇഷ്ടം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ സോളിൻ്റെ ഇഷ്ടം എന്താണോ, അപ്പോൾ സോൾ പറയുന്നത് നിങ്ങളൊരു ലോട്ടസ് ഫ്ലവർ ആണെങ്കിൽ നിങ്ങളത് അങ്ങനെയാണ്. അപ്പം അത്രയും ദൈവികമായ കഴിവുകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് നിങ്ങൾ എല്ലാവരിലും ഒരു ദൈവികതയുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക. പിന്നെ ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച്, ഡു നോട്ട് വെയിറ്റ് ഓർ പുട്ട് ഓഫ് ഡിസിഷൻസ് എനി ലോങ്ങർ എന്നാണ്. അപ്പം ഇപ്പോൾ നിങ്ങൾ ചേഞ്ച് ആകേണ്ട സമയമാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ആകേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ലൈഫിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് തരും. എന്തിനാണ്? നമ്മൾ ചേഞ്ച് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്നും ഒരുപോലെ ഒരേ സ്ഥലത്ത് ജീവിക്കാനും എന്നും ഒരേ സിറ്റുവേഷനിൽ ജീവിക്കാനും അല്ല നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ മാറണം. ചിലപ്പം നിങ്ങൾക്ക് ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ആ ഒരു കാര്യം ഉണ്ടായത് നിങ്ങൾ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതാണ് നിങ്ങളുടെ സോൾ പറയുന്നത്. നമുക്ക് ടാരോ വെച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം അതെന്താണ് എന്ന്, നിങ്ങൾ എങ്ങനെ മാറണമെന്ന്. 8 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഇപ്പം തന്നെ ചേഞ്ച് ചെയ്യണം എന്നാണ്. നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി കുറേ കാലം കൊണ്ട് അത് ശരിയാവും എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ ആ ഒരു വെയിറ്റിംഗ് എനർജി മതിയാക്കുക. നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്താൽ എന്നും വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരെ മാറിയിട്ട് നമുക്ക് ആ സാഹചര്യം മാറിയിട്ട് നമുക്ക് മാറാമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു വെയിറ്റിംഗ് നിങ്ങൾ ചെയ്യരുത്. ഇനി വെയിറ്റിംഗ് സ്റ്റോപ്പ് ആക്കാനാണ് പറയുന്നത്. പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ആക്ഷൻ എടുത്താലേ നിങ്ങളിലേക്ക് വരുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ കുഞ്ഞിലേ കുറേ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് എന്താണ്? നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ആയിരിക്കാം. നിങ്ങൾ വളരെ ശരിക്കും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഗായകനാകണമെന്നോ ഒരു നർത്തകി ആകണമെന്നോ ഒക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും.
അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് നിങ്ങളിപ്പോഴും സ്വപ്നം മാത്രം കാണുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോഴും സ്വപ്ന ലോകത്ത് മാത്രമാണ്. അപ്പോൾ ആ സ്വപ്നം ഒക്കെ മതിയാക്കിയിട്ട്, ഇത് ഡേ ഡ്രീമിങ് കൂടെയാണ്. അപ്പം നിങ്ങൾ പകൽ സ്വപ്നമൊക്കെ മതിയാക്കി നിങ്ങളൊന്ന് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ലവേഴ്സ് കാർഡാണ് ഇത്. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഡിവൈൻ ഫെമിനൈൻ മസ്കുലൈൻ എനർജി ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫെമിനൈൻ മസ്കുലൈൻ അല്ലെങ്കിൽ ഇൻ അല്ലെങ്കിൽ യാങ് ആയ ഒരു എനർജി ബാലൻസ് ആയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പോൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങൾ നടക്കുള്ളൂ. ചിലപ്പോൾ ഇത് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പായി വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ശരിക്കും വെയിറ്റ് ചെയ്യേണ്ടതാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഉള്ള ഹീലിംഗ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഹീലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തി പൂർണ്ണമായും നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾക്ക് ഈ ഒരു ഇന്നർ ചൈൽഡ് ഇത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആൾറെഡി കുറേ ട്രോമാസിലൂടെ കടന്നുപോയ ആൾക്കാരാണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യാതെ ഈ ആൾ ഒരിക്കലും നിങ്ങളിലേക്ക് വരില്ല. ഒരു ഹാർമണി ഉണ്ടാകണമെങ്കിൽ, ഒരു യൂണിയൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വളരെ പ്ലസൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുറേയധികം പെയിനോടുകൂടി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അത് സംഭവിക്കാൻ പോണില്ല എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു കാർഡിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ഒരു ചൈൽഡ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കാനാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു കുഞ്ഞുണ്ടല്ലോ, അതിനെ എപ്പോഴും നിങ്ങൾ സന്തോഷിപ്പിക്കാനാണ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ തലയിൽ പൂക്കൾ ചൂടണം. ശരിക്കും ലേഡീസ് ആണെങ്കിലാണ് കേട്ടോ, നിങ്ങൾ തലയിൽ പൂക്കൾ വയ്ക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് എപ്പോഴും പൂക്കൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ചെറിയ അങ്ങനെ ആയിരിക്കണം. അത്രയും നിഷ്കളങ്കമായിരിക്കണം, അത്രയും നിഷ്കളങ്കമായി സംസാരിക്കാൻ പറ്റണം, അത്രയും നിഷ്കളങ്കമായി പെരുമാറാൻ പറ്റണം. അത് നിങ്ങളോടെങ്കിലും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവരോട് ഒരുപാട് നിഷ്കളങ്കതയൊന്നും കാണിക്കാൻ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറ്റണമെന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സമൂഹം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും നിഷ്കളങ്കമായി ജീവിച്ചാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾ മറ്റുള്ളവരോടല്ല, നിങ്ങളോട് നിഷ്കളങ്കമായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളോടൊരു ശരിക്കും ഒരു പ്ലേഫുൾ എനർജിയിൽ ജീവിക്കണം. നിങ്ങൾ കുഞ്ഞാണ്. അപ്പം നമ്മളെല്ലാത്തിനും ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി കാണണം എന്നുള്ളതാണ്. നമുക്ക് എന്ത് കണ്ടാലും ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. ഇതൊക്കെ എന്താണ്, നമ്മളെന്നും കാണുന്നതല്ലേ എന്ന് വിചാരിക്കുന്നതാണ് പൊതുവെ. എങ്ങനെയാണ്, എന്ത് കണ്ടാലും വിചാരിക്കും ഇതൊക്കെ എന്നും കാണുന്നത് തന്നെയല്ലോ. അങ്ങനെയല്ല, എന്ത് കണ്ടാലും അതിനൊരു എക്സൈറ്റ്മെൻറ്റിൽ കാണണമെന്നുള്ള ഒരു പുതുമ. നമുക്കൊന്നിനും പുതുമയില്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു മരവിപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തോടൊരു മരവിപ്പ് തോന്നുന്നത്, നമുക്ക് മുന്നോട്ടേക്ക് പോകണം എന്ന് തോന്നാത്തത്. പ്രസൻറ്റിലായിരിക്കാൻ പറയുന്നുണ്ട്. നമ്മൾ ഈ നിമിഷത്തിലായിരിക്കുക, നമ്മൾ പാസ്റ്റൊക്കെ വിട്ട് കളയുക. ഈ നിമിഷത്തിൽ എന്ത് കണ്ടാലും സന്തോഷിക്കാൻ തോന്നണം. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും നമുക്കത് ചെയ്യാം. ദിവസം വളരെ കുറച്ച് സമയം നമ്മൾ ഒറ്റയ്ക്കാകാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നർ ചൈൽഡിന് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുക. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാതെ പോയിട്ടുള്ളത്, പലർക്കും പല കാര്യങ്ങളും നടക്കാതെ പോയിട്ടുണ്ടായിരിക്കും. ആ നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക, അന്ന് ആഗ്രഹിച്ച കാര്യം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ സന്തോഷിപ്പിക്കണം എന്നുള്ളതാണ് കാണുന്നത്. ഇതും സെയിമാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് നടക്കാതെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ ഹീൽ ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആത്മാവ് പറയുന്നത്. നമുക്ക് 2 കാർഡ് കൂടി എടുക്കാം. ഈ സമയം തന്നെ നിങ്ങൾ ചേഞ്ച് ആവണമെന്നാണ് കേട്ടോ. നിങ്ങളിനി നാളെ ആകട്ടെ, ഇനി പിന്നെ നമുക്കറിയില്ല നമ്മളുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തോന്നുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പറയുന്നുണ്ട്. 6 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ മുന്നോട്ട് യാത്ര തിരിക്കണം എന്നാണ്. ഇപ്പം നിങ്ങൾ എത്ര പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലായാലും, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശാന്തമായ ഒരിടത്തേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾക്ക് വഴി അറിയാം, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ ഈ സ്ഥലം, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ, ധൈര്യത്തോടുകൂടി മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം ചില ആൾക്കാർ
വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് പോകാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് പോകാനാണ്. അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം. അപ്പോൾ ധൈര്യമായിട്ടും യാത്ര പോകാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ നിങ്ങളായിരിക്കുക കേട്ടോ. നമ്മളെല്ലാവരും നമ്മളുടെ ഒരു സോൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. മറ്റുള്ളവരാരുടെയും കൂടെ വന്നവരല്ല. ഒറ്റയ്ക്ക് പോകേണ്ടവരാണ്. ഇവിടെ ജീവിക്കുന്ന സമയത്ത് കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കുക. നമ്മളെ സന്തോഷിപ്പിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. ക്യൂൻ ഓഫ് വാൺസ് ആണ്. അപ്പോൾ ശരിക്കും ഈ ഒരു കാർഡ് എന്ന് പറയുമ്പം ഏറ്റവും നല്ലൊരു കാർഡാണ്. വളരെ സന്തോഷത്തിലാണ് നമ്മൾ ആക്ഷൻ എടുത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഭയങ്കര സന്തോഷത്തിലാണ്. ശരിക്കും നമുക്ക് ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനുള്ളൊരു എനർജിയാണത്. ക്യൂൺ ഓഫ് കപ്സ് പോലെയല്ല. കപ്സ് എപ്പോഴും ഇമോഷൻസിനെ കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടും നമുക്ക് പെട്ടെന്ന് ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റാതാവും. പക്ഷെ ഇത് വളരെ സ്റ്റെബിലിറ്റി ഉള്ളൊരു കാർഡാണ്. ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഈ ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങളെ സോൾ പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത് ബോട്ടം വന്നിട്ടുള്ളത് റിലീസ് യുവർ ഇന്നർ റിബലാണ്. ഇപ്പം നമ്മളുടെ ആ ഒരു നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഒരു റിബലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരെ പേടിച്ച് ആ ഒരു ഇതൊക്കെ നമ്മളങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, നമ്മൾ ഇങ്ങനെ ചെയ്താൽ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. സ്വതന്ത്രരാകുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ലിലിയത്തിൻ്റെ ആദത്തിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് ഈ ഒരു ബുക്കിനകത്ത്. കാരണം ആദത്തിൻ്റെ ആദ്യഭാര്യയായിരുന്ന ലിലിയത്തിനെ ഒരേ ഇതിലാണ് ദൈവം സൃഷ്ടിച്ചത്, ഈക്വൽ. അപ്പോൾ ആദത്തിനെ സെർവ് ചെയ്യാൻ ലിലിയത്ത് ഇഷ്ടപ്പെട്ടില്ല എന്നും അതുകൊണ്ട് അവർ പിരിഞ്ഞു പോയി എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചത് ഈക്വലായിട്ടാണ്. നമ്മൾ മറ്റുള്ളവരെ സെർവ് ചെയ്യേണ്ട, മറ്റുള്ളവരെ നോക്കണ്ട, അവർക്ക് ഈക്വലായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ റിബൽ, നിങ്ങൾ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ഈ ഒരു കാർഡിലൂടെ ഞാൻ പെട്ടെന്ന് ഇത് നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്. അപ്പോൾ ഇത് തന്നെ ലാസ്റ്റ് കാർഡായിട്ട് എടുക്കാം. നിങ്ങൾ ട്രാൻസ്ഫോം ആകണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. എന്തിനാണ്? എന്നാൽ മാത്രമേ ഈ ഒരു യൂണിയൻ ഉണ്ടാകുള്ളൂ. ഈ യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളൊരു യൂണിയനാണ്. നമ്മളുടെ ഉള്ളിൽ ആ ഒരു സ്ത്രീയും പുരുഷനും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഐക്യം, ആ ഒരു യൂണിയൻ, അതൊരു മെർജിങ്, അത് സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം ബാലൻസ് ആകുള്ളൂ. അതെങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറണം എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിപ്പോൾ ലവേഴ്സ് കാർഡും വന്നു, ഇത് ഒരു 2 ഓഫ് കപ്പും ഒക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സോൾ കണക്ഷനുള്ള ഒരു കാർഡുകളാണ്. ഇതൊരു ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനുള്ള ഒരു ഇതാണ്. ചില ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കാം പാർട്ണറെ. കാരണം അവർ വന്നാലേ എനിക്ക് ശരിയാവുള്ളൂ എന്ന് വെച്ച്. അങ്ങനെയല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബാലൻസ്, ആ ഒരു എനർജി ബാലൻസ് ആകുമ്പോൾ, ആ ഒരു ഫെമിനിൻ മസ്കുലിൻ എനർജി ബാലൻസ് ആവുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാത്തിരിക്കേണ്ട ആരെയും. നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. നമ്മളുടെ സന്തോഷങ്ങളിൽ ഒരിക്കലും മറ്റുള്ളവരുടെ സന്തോഷങ്ങളാവില്ല. അപ്പം നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള സമയം കണ്ടെത്താൻ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മാത്രം ഉള്ളിൽ ഉള്ളൊരു കാര്യമാണ്. അത് മറ്റൊരാളുമായിട്ട് ബന്ധമല്ല കേട്ടോ അതിന്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അതിനെയാണെന്നാണ് നിങ്ങളുടെ ആത്മാവ് പറയുന്നത്. നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് നിങ്ങൾ ചോദിക്കുക, എനിക്ക് എന്താണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ശരിക്കും നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, എന്താണ് എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുക. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതല്ല, അത് നിങ്ങൾ അത് വിട്ട് കളയാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കാനാണ്, അതാണ് നിങ്ങളുടെ ആത്മാവിന് ഇഷ്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ
ചില ആൾക്കാർ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടവും കൂടി ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആത്മാവ് അത് ആഗ്രഹിക്കുന്നു, നിങ്ങളത് ആയിത്തീരാൻ നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, അത് കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെയുള്ള റീഡിങ്സ് എടുക്കുമ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ ശരി അത് എന്താണെന്ന്. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.